നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ചവറ തേവലക്കരയിൽ വീടിന്റെ ചിമ്മിനി തകർന്നു വീണു. കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2 വീടുകൾ തകർന്നു. കേരള സർവകലാശാല കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കം. 11 വേദികളിലായി 3000-ഓളം പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കൊല്ലം SN കോളേജാണ് പ്രധാന വേദി. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവം. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാൻ കൂടുതൽ സമയം വേണമെന്ന് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ. 41 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തടിഞ്ഞത്. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഏറെ ആശങ്കപ്പെടേണ്ട സ്ഥിതിയിലെന്ന് മന്ത്രി K. ബാലകുമാർ. കാർബൈഡും ഫാർമസോയിലുമുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയിട്ടില്ലെന്നാണ് വിവരമെന്നും മന്ത്രി. കണ്ടെയ്നറുകൾ അടിഞ്ഞ പ്രദേശം മന്ത്രി സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചവറ തേവലക്കരയിൽ വീടിന്റെ ചിമ്മിനി തകർന്നു വീണു. വീടുകൾ ഭാഗികമായി തകർന്നു. 2 കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അരനല്ലൂർ സ്വദേശി ശശിധരൻ പിള്ളയുടെ വീടിന്റെ അടുക്കള ഉൾപ്പെടെ തകർന്ന് അയൽവാസിയുടെ വീടിന്റെ ഭിത്തി തകർത്ത് കിടപ്പുമുറിയിലേക്ക് കോൺക്രീറ്റ് ബീം വീഴുകയായിരുന്നു. അടുപ്പ് അരി കത്തിക്കാനായിട്ട് വന്ന് വെച്ചോണ്ടിരുന്നപ്പം ഇടിഞ്ഞ് താപ്പോട്ട് വരുന്നു, ഭാഗത്തേക്ക് വരുന്നു. എവിടെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ഉറങ്ങിക്കിടന്നായിരുന്നു. അങ്ങനെ എവിടെ ഞാളെ വന്ന് പറഞ്ഞ് വന്നാൽ ഇടിഞ്ഞ് വീഴാൻ പോകുന്നു. ഇനി വന്ന് അപ്പുറത്തോട്ട് വന്നപ്പോൾ മേളിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ഇടിഞ്ഞ് ചിമ്മിനിയെല്ലാം കൂടെ അങ്ങോട്ട് വീഴുന്നു മാറുന്നു. തേവലക്കര അരനല്ലൂർ 7-ാം വാർഡിലാണ് വീടിന്റെ ചിമ്മിനി തകർന്നു വീണത്. സമീപ വീടിന്റെ ഭിത്തി തകർത്ത കോൺക്രീറ്റ് ബീം കിടപ്പുമുറിയിലേക്കും വീണു. 2 കുടുംബങ്ങൾ അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 6-നായിരുന്നു അപകടം. അരനല്ലൂർ കിഴക്കേ ഭാഗത്ത് കിഴക്കതിൽ ശശിധരൻ പിള്ളയുടെ വീടിന്റെ അടുക്കളയുടെ ചിമ്മിനി ഉൾപ്പെടെ തകർന്ന അയൽവാസി ശ്യാമള ഭവനത്തിൽ ശ്യാമളയുടെ വീടിന്റെ ഭിത്തി തകർത്ത കോൺക്രീറ്റ് ബീം കിടപ്പുമുറിയിലേക്ക് വീഴുകയായിരുന്നു. 2 വീടുകളും അടുത്തടുത്തായാണുള്ളത്. ഓടി മാറുന്നതിനിടെ ശ്യാമളയ്ക്ക് നിസാര പരിക്കേറ്റു. മറ്റൊരു അയൽവാസി ചിമ്മിനി തകരുന്നത് കണ്ട് ഉച്ചത്തിൽ ബഹളം വെച്ചത് കേട്ടാണ് ശ്യാമള കിടപ്പുമുറിയിൽ നിന്നും ഉണർന്നത്. 6 മണിക്ക് ഞാൻ മുറിയിൽ നിന്ന് എണീച്ച് ഇവിടെ വന്ന് അതിൽ വെള്ളം പോകുന്നതായിരുന്നു. അങ്ങനെ അത് നിർത്തിയിട്ട് പോയി താക്കോലും എടുത്ത് കൊണ്ടുപോയി കൊച്ചിന് പാല് മേടിച്ചുകൊണ്ട് വന്ന് ചായ ഇടാമെന്ന് പറഞ്ഞാൽ വന്നു. അന്നേരം മേളിൽ നിന്ന് മണിയണ്ണൻ വിളിച്ച് മാറി എങ്ങോട്ടാണ് മാറുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്ത് വേറെ ഏതാണെന്ന് പറഞ്ഞു. എന്നാൽ ചിമ്മിനി ഇടിയുന്നെന്ന് പറയുന്നില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് കയറിയ താക്കോൽ എടുത്തതേ ഉള്ളൂ. തുറന്നതുമില്ല, ഒന്നുമില്ല. അപ്പോഴാണോ ഒരു ഹിന്ദുവാണെന്നോ ഒരു സൗണ്ട് പോലെ വന്ന് ഇനി വീഴുമായിരുന്നു. പക്ഷേ ഞാൻ നിൽക്കുമായിരുന്നു. നിന്നിട്ട് ഞാൻ അവിടെ കിടന്ന് അയ്യോ 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 എന്ന് വിളിക്കുന്നു. പിന്നെ അവരെല്ലാം വന്ന് കണ്ട് പിടിച്ചിറക്കിയതൊക്കെ. ഇവർ വാതിലിനടുത്തെത്തിയപ്പോഴേക്കും കോൺക്രീറ്റ് ബീം വീണിരുന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇവർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ശശിധരൻ പിള്ളയുടെ ഭാര്യ സുജാകുമാരി പാചകം ചെയ്യുന്നതിനിടെ മുകളിൽ നിന്നും മണ്ണ് ശരീരത്തിൽ വീണതോടെ പുറത്തേക്ക് ഓടിയ നിമിഷമാണ് ചിമ്മിനി തകർന്നത്. രാവിലെ ഞാൻ അരി അടപ്പിട്ട് എനിക്ക് അടുക്കളയിൽ നിന്നപ്പോൾ എന്തോ പൊടിയുന്ന കണക്ക് തോന്നി. ഞാൻ പുറത്തിറങ്ങി വെളിയിൽ പോയി നോക്കി. പക്ഷെ എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല. എന്നിട്ട് ഞാൻ ഇടയ്ക്കാണെങ്കിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതായി ഇവിടെ അകത്തെന്തോ അകലം പോലെ. പിന്നെ എനിക്ക് തോന്നി എന്തോ ഇടിഞ്ഞ് താഴ്ന്ന് പെരയ്ക്കകത്ത് വീഴും. അങ്ങനെ ഇവരെ 3 പേരെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളങ്ങ് പുറത്തിറങ്ങി. പക്ഷെ ചിമ്മിനി ഇടിഞ്ഞ് വീഴുന്നത് ഞാൻ കാണുന്നില്ല. മേളത്തെ അടുത്ത വീട്ടിലെ മണിയണ്ടാണെന്ന് പറഞ്ഞ അണ്ണനാ. അപ്പുറത്തെ ചേച്ചി അവിടെ നിൽപ്പോൾ ഉണ്ടായിരുന്നു. ശ്യാമള ചേച്ചി മാറെന്ന് പറയുന്നത് കേട്ടതും ശ്യാമള ചേച്ചി ചോദിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. കാര്യം അണ്ണൻ പറയുന്നില്ല. ശ്യാമള ചേച്ചി മാറടേ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമള ചേച്ചി അങ്ങ് പെരയ്ക്കകത്തോട്ട് കയറിയതും ഞാനങ്ങ് പുറത്തിറങ്ങി വന്നപ്പോഴത്തെ ഇടിഞ്ഞ് വീണു. പക്ഷെ ചേച്ചി അതിനകത്തായി. ചേച്ചി പെട്ടെന്ന് എനിക്കും പുറത്തിറങ്ങാൻ ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല. എന്തോ ഒരു വല്ലാത്ത ഇത്. ചേച്ചി കരയുവാണെന്ന്. കരയുമ്പോ എന്താ പറ്റിയെന്ന് അന്നും നോക്കുമ്പോ നമ്മൾ ആള് തീർന്ന രീതിയിൽ ആളില്ല. ചേച്ചി കിടന്ന് വലുതായിട്ട് കരയുന്നു. പെട്ടെന്ന് ആരൊക്കെ ഓടി വന്നത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് തല കറക്കം പോലെ ഞാൻ ഇങ്ങനകത്തങ്ങ് ഇരിക്കുക. 2 കുടുംബങ്ങളുടെയും വീട് തകർന്നെങ്കിലും ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തിലാണിവർ. ഷീറ്റ് മേഞ്ഞതാണ് 2 വീടുകളും. ന്യൂസ് ബ്യൂറോ, ചവറ.
കേരള തീരത്ത് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഏറെ ആശങ്കപ്പെടേണ്ട സ്ഥിതിയുണ്ടെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. കണ്ടെയ്നറുകൾ അടിഞ്ഞ പ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കാർബൈഡും ഫർണസ് ഓയിലുമുള്ള കണ്ടെയ്നറുകൾ ഒഴുകി എത്തിയിട്ടില്ലെന്നാണ് വിവരമെന്നും മന്ത്രി പറഞ്ഞു. കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കൂടുതൽ ആശങ്കകൾ ഉണ്ടാകേണ്ടതില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. ഏറെ ആശങ്കയുണ്ടാകേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. ഇത് പ്രധാനമായിട്ടും ആലപ്പുഴ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലത്താണ്. കൂടുതലും ആലപ്പുഴയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ആദ്യം ധരിച്ചിരുന്നത്. അങ്ങനെയാണ് നമുക്ക് പൊതുവിൽ ഈ രംഗവുമായി ബന്ധപ്പെട്ടവർ തന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഒഴുക്ക് കുറച്ചുകൂടെയും കടൽ കുറച്ചുകൂടെയും പ്രക്ഷുബ്ധമായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. കൂടുതലും 40-ലധികം ഇപ്പോൾ കൊല്ലം ജില്ലയുടെ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. പക്ഷേ ഇപ്പം പ്രാഥമികമായിട്ട് ഇവിടെ വന്ന ടീമെല്ലാം നോക്കിയിട്ട് പറയുന്നത് ഇത് കാലിയായിട്ടുള്ളതാണ് കൂടുതൽ വന്നേക്കുന്നത്. ഇതിനകത്തുണ്ട് എന്ന് പറയുന്ന കെമിക്കലും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളത് കുറച്ച് കെമിക്കൽ എത്ര ഉള്ളതെന്ന് വെച്ചാൽ കുറച്ചെണ്ണത്തിൽ കെമിക്കൽ ഉണ്ടെന്നാണ്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ കാർബൈഡും മറ്റു ചില ഫർണസ് ഓയിൽ പോലെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. അത് ഒഴുകി വന്നിട്ടില്ല, കാരണം അത് വെയിറ്റ് ഉള്ളതായതുകൊണ്ട് അത് താന്നിട്ടുണ്ടാവും എന്നാണ് വരുന്നത്. എന്നാൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള സൗകര്യമുള്ള കണ്ടെയ്നറുകളാണ് ഇതെല്ലാം. ശരിക്കും അത് ഫ്രീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ എയർ കണ്ടീഷൻ സംവിധാനമുള്ളതാണ്. 3 കണ്ടെയ്നർ വീതം ഒരുമിച്ച് കെട്ടി വെൽഡ് ചെയ്തുപോലെ വെച്ചേക്കുന്ന പോലെയാണ്. അത് പൊട്ടി മാറാതെ ഇവിടെ വന്നേക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വേറെ മറ്റു കാര്യങ്ങളില്ല. ചിലതിനകത്ത് ചില ഉൽപ്പന്നങ്ങളുണ്ടെന്നുള്ള കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. തേയിലയോ അതുപോലെയൊക്കെയുള്ള ചില സാധനങ്ങൾ, പഞ്ഞിയൊക്കെ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. റെഫ്രിജറേറ്റർ സൗകര്യമുള്ള കണ്ടെയ്നറുകളുണ്ട്. അതിലെ കംപ്രസറുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതെല്ലാം തരം കെമിക്കലുകളാണ് ഒഴുകിയെത്തുന്നതെന്ന് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഈ ഷിപ്പിംഗ് കമ്പനിയായിട്ടാണ് കസ്റ്റംസിൻ്റെ അനുകൂലമായ നിലപാട് വേണം. ഇപ്പോൾ കസ്റ്റംസ് ഇത് മുറിച്ചു മാറ്റിയാലേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വലിയ കണ്ടെയ്നറുകളാണ്. കണ്ടെയ്നർ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ലോറി കയറി പോകുന്ന തരത്തിലുള്ള കണ്ടെയ്നറല്ല. അഥവാ കണ്ടെയ്നർ വലിയ ക്രെയിനൊക്കെ വെച്ച് കയറ്റിയാലും വണ്ടി ഇതിലൊന്നും പോവില്ല. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി കൊണ്ടുപോകണമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ അതിന് പറ്റുന്ന എക്സ്പീരിയൻസ് ഉള്ള എക്യുപ്മെൻറ്റ് എല്ലാം ഉള്ള കമ്പനികൾ വരണം. അതിൻ്റെ സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നിലവിൽ കടലിൽ മാലിന്യം കലർന്നതിന്റെ സൂചനകൾ ലഭിച്ചിട്ടില്ല. പഠനഫലം വന്നാലേ ആധികാരികമായി പറയാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നതായും മന്ത്രി വ്യക്തമാക്കി. കാർബൈഡും ഫർണസ് ഓയിലും ഉൾപ്പെടെ കലർന്നിട്ടുള്ള കണ്ടെയ്നറുകൾ ഒഴുകി എത്തിയിട്ടില്ലെന്നാണ് വിവരമെന്നും മന്ത്രി പറഞ്ഞു. കണ്ടെയ്നറുകൾ അടിഞ്ഞ തീരപ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. 1-2 ദിവസം എടുത്തിട്ടായിരിക്കും ഒഴുകി മാറുന്നത്. കാര്യം മത്സ്യത്തൊഴിലാളികൾ വലിയ വലയാണ്, വളരെ ചെലവേറിയ വലയാണ്. അത് വീശുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ടിട്ട് ഇത് കീറുക തുടങ്ങിയ ആശങ്കകൾ ഉണ്ട്. അതാണ് നമ്മുടെ ഈ തീരദേശത്തെ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളായിട്ടുള്ളവരും ഈ മേഖലയിലുള്ളവരുമായിട്ടുള്ളവർ പറയുന്ന പ്രശ്നം. മറ്റ് കാര്യങ്ങളിപ്പോൾ അണ്ടർ കൺട്രോൾ എന്നാണ് പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. ഇത് നിയന്ത്രണത്തിലാണ്. മറ്റ് അപകടകരമായ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൽ പോയി തുടരുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്ന കാര്യമുണ്ട്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, ജില്ലാ കളക്ടർ N ദേവിദാസ്, ADM G നിർമ്മൽകുമാർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാൻ കൂടുതൽ സമയം വേണമെന്ന് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ. 41 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തടിഞ്ഞത്. സാൽവേജ് ഷിപ്പിംഗ് കമ്പനിയുടെ സാങ്കേതിക വിഭാഗമാണ് ജില്ലാ കളക്ടറോട് കൂടുതൽ സമയം തേടിയത്. തീരമേഖലയിലെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ കണ്ടെയ്നറുകൾ മാറ്റണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ 41 കണ്ടെയ്നറുകൾ മാറ്റാൻ കൂടുതൽ സമയം വേണമെന്നാണ് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടത്. കളക്ടർ N ദേവിദാസിനോടാണ് സാൽവേജ് ഷിപ്പിംഗ് കമ്പനിയുടെ സാങ്കേതിക വിഭാഗം T&T സാൽവേജ് പ്രവർത്തകരും കണ്ടെയ്നർ മാറ്റം ചുമതലപ്പെടുത്തിയ വാട്ടർ ലൈൻ ഷിപ്പിംഗിന്റെ ഉദ്യോഗസ്ഥരും കൂടുതൽ സമയം തേടിയത്. ശക്തികുളങ്ങരയിൽ അടുത്ത 9 കണ്ടെയ്നറുകളിൽ 2 എണ്ണം കരയ്ക്കടുപ്പിച്ചെന്നും കൊല്ലം ബീച്ചിലെ കണ്ടെയ്നറുകൾ മാറ്റുന്ന ജോലികൾ വേഗത്തിലാണെന്നും കമ്പനി ഉദ്യോഗസ്ഥർ അറിയിച്ചു.
കണ്ടെയ്നറുകൾ മാറ്റാനുള്ള സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ടുവരാനും പല ഭാഗങ്ങളാക്കി കരയിലെത്തിക്കാനും കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അവർ പറഞ്ഞു. കർമ്മപദ്ധതി തയ്യാറാക്കി ജനങ്ങൾക്കും തീരമേഖലയിലെ പരിസ്ഥിതിക്കും കോട്ടം തട്ടാതെ കണ്ടെയ്നറുകൾ മാറ്റണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഓരോ സ്ഥലത്തും നിയോഗിക്കുന്ന സംഘങ്ങളുടെ വിവരങ്ങൾ കൈമാറി സ്ഥിതിഗതികൾ വിലയിരുത്തണം. യോഗത്തിൽ സബ് കളക്ടർ നിശാന്ത് സിഹാര, ADMG നിർമ്മൽകുമാർ, T&T സാൽവേജ് കമ്പനി, വാട്ടർ ലൈൻ ഷിപ്പിംഗ് എന്നിവരുടെ സാങ്കേതിക പ്രവർത്തകർ, NDRF, കൊല്ലം പോർട്ട്, മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. 2 ദിവസമായി പെയ്ത മഴയിൽ എഴുകോൺ, കുണ്ടറ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തകർന്നു. കാർഷിക വിളകൾ നശിച്ചു. വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. ശക്തമായ മഴയിൽ എഴുകോൺ, കുണ്ടറ പ്രദേശങ്ങളിലാണ് മരങ്ങൾ കടപുഴകി വീടുകൾ തകർന്നത്. കാർഷിക വിളകൾക്കും നാശം സംഭവിച്ചു. അൻപറക്കോണം കൊച്ചുകുമ്പക്കാട്ട് വീട്ടിൽ സ്മിതിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണ് മേൽക്കൂര ഭാഗികമായി തകർന്നു. ഇടയ്ക്കിടന്നോർത്ത് വാളായ്ക്കാട് രജിത ഭവനത്തിൽ രാധാമണിയുടെ വീടിന് മുകളിൽ മരം വീണ് മേൽക്കൂര പൂർണ്ണമായി തകർന്നു. എഴുകോൺ HS വാർഡിൽ വിശ്വമന്ദിരത്തിൽ സുലോചന വിശ്വനാഥിന്റെ വീടിന് മുകളിൽ മരം ഒടിഞ്ഞു വീണു. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. തിങ്കളാഴ്ച പുലർച്ചെ എഴുകോൺ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന തേക്കുമരം ദേശീയപാതയിലേക്ക് ചരിഞ്ഞു. KSEB ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാസേനയും എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. പരുത്തൻപാറ വേലായുധമംഗലം ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന തേക്കുമരം ചുറ്റമ്പലത്തിന് മുകളിലേക്ക് കടപുഴകി വീണു. ഇടയ്ക്കോട് ഭഗവാൻ ക്ഷേത്രത്തിന്റെ സമീപത്തെ ചുറ്റുമതിൽ മഴയിൽ ഇടിഞ്ഞു വീണു. കുണ്ടറ MGD സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പെരുമ്പുഴ ഡാർമിയയ്ക്ക് സമീപം മരം കടപുഴകി വീണ് വീടുകൾക്കും സംരക്ഷണ ഭിത്തികൾക്കും കേടുപാട് സംഭവിച്ചു. എഴുകോൺ മൂഴിയിൽ ഏലായിൽ നിരവധി വാഴകൾ കാറ്റിൽ നശിച്ചു. സത്യരാജ് താഴ്വാരം, നകുലൻ പൈഞ്ഞാമുകളിൽ, സഹദേവൻ കുന്നുവിളയിൽ, തമ്പാൻ തെങ്ങുവിളയിൽ, സുനിൽ ദത്ത് തെങ്ങുവിളയിൽ, തുളസീധരൻ മുഴിയിൽ എന്നിവരുടെ 100 കണക്കിന് വാഴയും കൃഷികളുമാണ് നശിച്ചത്. എഴുകോൺ കടമാൻകോണമേലായിൽ പാട്ടത്തിന് കൃഷി ചെയ്തിരുന്ന ഹരീഷിന്റെ വാഴകൃഷിക്കും നാശം നേരിട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പൈപ്പിനുള്ളിൽ വളർന്ന തണൽമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പന്മന കണ്ണൻകുളങ്ങര കുരീത്തറ ജംഗ്ഷനിലായിരുന്നു സംഭവം. അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പൈപ്പിനുള്ളിൽ വളർന്നു വന്ന തണൽമരം പൈപ്പോടുകൂടി റോഡിലേക്ക് വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പന്മന കണ്ണൻകുളങ്ങര വാർഡിൽ കുരീത്തറ ജംഗ്ഷനിലായിരുന്നു അപകടം. പഞ്ചായത്ത് അംഗം ഷംന റാഫി ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ നിസാമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഫയർ ഓഫീസർമാരായ കബീർ, ഉല്ലാസ്, നഹാസ്, അരുൺരാജ്, അനിൽ റോയ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി കേശവപുരത്തെ തോടിന്റെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. വർഷങ്ങളായി മണ്ണടിഞ്ഞുകൂടി തഴത്തോട്ടിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞ നിലയിലായിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിലാണ് തോട് ശുചീകരിക്കുന്നത്. വർഷങ്ങളായി മണ്ണടിഞ്ഞുകൂടിയ കരുനാഗപ്പള്ളി നഗരസഭയിലെ കേശവപുരത്തെ തഴത്തോടിന്റെ ശുചീകരണമാണ് ആരംഭിച്ചത്. നഗരസഭയുടെ മേൽനോട്ടത്തിലാണ് പായലും മണ്ണും നീക്കം ചെയ്ത് തഴത്തോട് ശുചീകരിക്കുന്നത്. ആധുനിക യന്ത്ര സംവിധാനത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. കൊതുകുമുക്ക് ഭാഗത്ത് കായലിൽ ചെന്ന് പതിക്കുന്ന തഴത്തോട്ടിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭയിലെ ഒരു ചിരകാല സ്വപ്നം തന്നെയായിരുന്ന ഈ 1, 2 തഴത്തോടുകൾ വന്ന് സംഗമിക്കുന്ന ഈ ഭാഗത്ത്, കേശവപുരം ഭാഗത്ത് മണ്ണ് മൂടി തഴത്തോടില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയാണ്. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഞങ്ങൾ JCBയും മറ്റേ ഇറ്റാച്ചി, വെള്ളത്തിലോടുന്ന ഇറ്റാച്ചിയൊക്കെ കൊണ്ടുവന്ന് ഇന്നു മുതൽ ആ പായലും തെക്കലും മാറ്റി വെള്ളം ചുവമായി ഒഴുകി കരുനാഗപ്പള്ളി നഗരസഭയുടെ മൊത്തത്തിലുള്ള വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോരുവഴി കമ്പലടിയിലായിരുന്നു സംഭവം. വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോരുവഴി കമ്പലടിയിലാണ് സംഭവം. കടത്തിശ്ശേരിൽ ശ്രീജിത്തിന്റെ വീടിന് മുകളിലേക്കാണ് റബ്ബർ മരം ഒടിഞ്ഞു വീണത്. ഈ സമയം 3 കുട്ടികൾ ഉൾപ്പെടെ 7ഓളം പേർ വീടിനുള്ളിലുണ്ടായിരുന്നു. വീടിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് ഉൾപ്പെടെ തകർന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയോടി രക്ഷപ്പെട്ടതിനാലാണ് അപകടം ഒഴിവായത്. സംഭവത്തിൽ റവന്യൂ, പഞ്ചായത്ത് അധികൃതർക്ക് കുടുംബം പരാതി നൽകി. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നിൽക്കാൻ ഉടമകൾ ശ്രദ്ധിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. നെഹ്റുവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ ദീപം തെളിക്കലും പുഷ്പാർച്ചനയും നടത്തി.
കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജവഹർലാൽ നെഹ്റു അനുസ്മരണവും സെമിനാറും നടത്തിയത്. നെഹ്റുവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ ദീപം തെളിച്ചു, പുഷ്പാർച്ചനയും നടത്തി. ആധുനിക ഇന്ത്യയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. KPCC പബ്ലിക് വിഭാഗം ചെയർമാൻ ഡോക്ടർ JS അടൂർ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കും. അത് 1947 ജനുവരിയിലാണ് പാസ്സാക്കുന്നത്. അതാണ് നമ്മൾ ഇന്നെല്ലാം വായിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കൺട്രി ഫോർ അവർസെൽഫ്. വി ദ പീപ്പിൾ എന്ന് തുടങ്ങുന്ന നമ്മൾ ഇന്ന് വായിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂസ് എന്താണ്? ഇക്വാളിറ്റി, ജസ്റ്റിസ്, ഫ്രറ്റേണിറ്റി, അല്ലെ? ഇതെല്ലാം നമ്മൾ വായിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആ ഇന്ത്യയുടെ ഇന്ന് നമ്മൾ കാണുന്ന ജവഹർലാലിന്റെ ഒന്നാമത്തെ ഇന്ത്യയുടെ കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയെ ഇന്ത്യയാക്കുവാൻ കാരണഭൂതനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണ പുതുക്കുന്ന ഈ ദിനത്തിൽ ഇന്നത്തെ ഒരു കാലാവസ്ഥ നമുക്കറിയാം. ആരെ വിളിച്ചാലും പെരുമഴയാണ് സാറേ, എങ്ങനെ ഇറങ്ങുന്നത് എന്ന് ചോദിക്കാം. അതുകൊണ്ട് തന്നെ പങ്കാളിത്തം കുറവാണെങ്കിലും ഇത്രയോ ആളുകൾ എത്തിച്ചേർന്നത് വളരെ സന്തോഷകരമായി ഞാൻ കാണുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S. ബിന്ദു കൃഷ്ണ, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, സൂരജ് രവി, അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, S. വിപിനചന്ദ്രൻ, അഡ്വക്കേറ്റ് P. ജർമിയാസ്, MM സഞ്ജീവ് കുമാർ, ഉബികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിദ്യാഭ്യാസ പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. കൊല്ലം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കൊല്ലം സെന്റർ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കൊല്ലം സെന്റർ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് NK പ്രേമചന്ദ്രൻ MP വിദ്യാഭ്യാസ സഹായം, പഠനോപകരണ വിതരണം എന്നിവ നിർവഹിച്ചു. സൺഡേ സ്കൂൾ കോർഡിനേറ്റർ ലിജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൊല്ലം CI അനിൽകുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അപ്പോൾ ഈ നിക്കോസ് സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും നമ്മളിപ്പോ ഈ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല, രക്ഷകർത്താക്കളും കൂടെ മനസ്സിലാക്കണം. കാരണം ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം ഇരിക്കുന്ന പല രക്ഷകർത്താക്കളുണ്ടാവും. നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പ്, 25 വർഷം പ്രായമായിരിക്കും മാതാപിതാക്കൾ എനിക്ക് അതുകൊണ്ട് 25 വർഷം ഞാൻ ചെയ്തു. ഒരു 25 വർഷം മുമ്പുള്ള നമ്മുടെ ബാല്യവും 25 വർഷത്തിന് ശേഷമുള്ള ഇപ്പോഴത്തെ ബാല്യവും തമ്മിലുള്ള വലിയ അന്തരം. കൗൺസിലർ അഡ്വക്കേറ്റ് കൃപ വിനോദ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണവാണി, സൺഡേ സ്കൂൾ സെക്രട്ടറി ജോൺസൺ ജോസഫ്, ഷിജുരാജ്, പാസ്റ്റർ ലൈജു ക്ലീറ്റസ്, പാസ്റ്റർ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോലീസ് ക്വാർട്ടേഴ്സിനായി ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നു. 2 നിലകളിലായി 8 ഫ്ളാറ്റുകളാണ് പുനലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ഉയരുന്നത്. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷനാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. പുനലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ 2 നിലകളിലായാണ് 8 ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നത്. 5 മാസം മുമ്പാണ് നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി 1.96 കോടി രൂപ അനുവദിച്ചിരുന്നു. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. പുനലൂർ പോലീസ് സ്റ്റേഷനും DYSP ഓഫീസിനും മധ്യയുള്ള ഭാഗത്തെ പഴയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നത്. 3.4 ഏക്കർ ഭൂമിയുള്ള ഇവിടെ അപകട ഭീഷണി നേരിടുന്നതും വാസയോഗ്യ അല്ലാത്തതുമായ 48 ക്വാർട്ടേഴ്സുകളാണുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 250 മീറ്റർ അകലെയാണ് ഫ്ളാറ്റ് സമുച്ചയം വരുന്നത്. ആഭ്യന്തര വകുപ്പിന് പട്ടണത്തിൽ തന്ത്രപ്രധാനമായ സ്ഥലത്ത് 3 ഏക്കറിലധികം സ്ഥലം ഉണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങൾ കാട് പിടിച്ചു കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷന് അനുബന്ധമായ ഇതര കെട്ടിടങ്ങളും കൂടുതൽ ക്വാർട്ടേഴ്സുകളും നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ചെമ്മന്തൂരിൽ നിന്ന് പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗത്തുകൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന റോഡും പുനർനിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. പരേഡ് ഗ്രൗണ്ട്, പാർക്കിംഗ് ഏരിയ, കളിസ്ഥലം എന്നിവയും അനുബന്ധമായി സ്ഥാപിക്കണമെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള സർവകലാശാല കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി. 11 വേദികളിലായി 3000-ഓളം പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നു. കൊല്ലം SN കോളേജാണ് പ്രധാന വേദി. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ ആദ്യ ദിനം പ്രധാന വേദിയിൽ നടന്നത് തിരുവാതിര മത്സരമാണ്.
തിരുവനന്തപുരം ലോ കോളേജ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. വളരെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മാക്സിമം 2 ആഴ്ച പോലും എടുത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുത്ത വിജയമാണിത്. ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് തന്നെ ദൈവത്തിനോട് വളരെ നന്ദി. കാരണം ഒരുപാടധികം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിനൊരു സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ഹാർഡ് വർക്കിന്റെ ഫലം. 2ാം വേദിയായ ശ്രീനാരായണ വനിതാ കോളേജിൽ നാടൻ പാട്ട് മത്സരമാണ് അരങ്ങേറിയത്. ചാക്യാർകൂത്ത് മത്സരവേദിയും കാണികളാൽ സമ്പന്നമായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനെ ദൂരനായിട്ട് പറഞ്ഞേച്ചില്ലേ, രാക്ഷസന്മാരെല്ലാരും ചേർന്ന് പിടിച്ചു കെട്ടിയിരുന്നു. തന്നെ കിടക്കട്ടെ, തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വരെ. TKM കോളേജിൽ നടന്ന ഒപ്പന മത്സരത്തിൽ 14 ടീമുകളാണ് പങ്കെടുത്തത്. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ 100ഓളം കാമ്പസുകളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇത്തവണ നാടകവും കലോത്സവത്തിൽ മത്സര ഇനമാണ്. KN ബാലഗോപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഏകദേശം 118ഓളം ഇനങ്ങളിൽ മത്സരങ്ങളുണ്ട്. പ്രത്യേകമായി ട്രാൻസ്ജെൻഡർ ഇനങ്ങളടക്കം വേറെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൈവശങ്ങളടക്കം നമ്മൾ നാടകോത്സവം നിലയിൽ നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ നാടകോത്സവം ഈ വർഷം സഞ്ചരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ കലോത്സവത്തിന്റെ ഇനമായി ഈ നാടകോത്സവം അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാടകോത്സവം ഉൾപ്പെടുത്തിയ സാഹചര്യമാണ് ഉള്ളത്. ഏകദേശം 3000ഓളം വിദ്യാർത്ഥികൾ വിവിധ ക്യാമ്പസുകളിൽ നിന്നും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 118 ഇനങ്ങളിലേക്ക് നടത്തുന്ന മത്സരത്തിൽ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കലോത്സവം 31-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. 1.94 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം നടത്തി. 1.94 കോടി രൂപ വിനിയോഗിച്ചാണ് സബ് ട്രഷറി നിർമ്മിക്കുന്നത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. HLL ലൈഫ് കെയർ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കാഴ്ചശക്തി പരിശോധിക്കുക, ബുദ്ധി പരിശോധിക്കുക എന്നല്ലാതെ വേറെ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു, ഇത്രയേറെ കാര്യങ്ങൾ നടക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റ്. ഞാനിത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓരോ സ്ഥലത്തും, ഞാൻ തൊട്ടു മുമ്പ് എടത്വായിലെ അവിടുത്തെ ട്രഷറിയുടെ തറക്കല്ലിടൽ കഴിഞ്ഞാൽ വന്നേ. ഇതെല്ലാം 9 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ്. ഇത് 9 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് പദ്ധതി. എടത്വായിൽ നിന്ന് ഇവിടെ വരെ അരമണിക്കൂർ എടുത്തില്ല. എടത്വായ ഒരു 10 വർഷം മുമ്പ് എന്തായിരുന്നു അമ്പലപ്പുഴ പൊടിയാടി തിരുവല്ല റോഡ്, എന്തായിരുന്നു AC റോഡ്, ഇവിടുത്തെ ഓരോ റോഡുകൾ എന്തായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയമൊന്നുമില്ല. കാരണം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ് കേരളം. എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ കഴിയേണ്ട നാടാണ് കേരളം. ആ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, അത് ഈ ചെറിയ റോഡുകളും മാത്രമല്ല, ആശുപത്രിയിലും സ്കൂളുകളും മറ്റു കാര്യങ്ങളും മാത്രമല്ല. വിഴിഞ്ഞം തുറമുഖം പോലൊരു തുറമുഖം സ്വപ്നത്തിൽ കാണാൻ പറ്റുമായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് 8500 കോടി രൂപ ചെലവായതിനകത്ത് 5600, 5700 കോടിയും ചെലവാക്കിയത് സംസ്ഥാന ഗവൺമെന്റാണ്. ബാക്കി ആ കൺസ്ട്രക്ഷണൽ കമ്പനിയാണ് 2500 കോടി. ഒരൊറ്റ നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല എന്നുള്ളപ്പോഴാണ് അത്ര ലോകത്തെ ഏറ്റവും വലിയ 15 തുറമുഖങ്ങളിൽ ഒന്നായി മാറിയ വിഴിഞ്ഞം ഈ കൊച്ചു കേരളത്തിലെ സാധാരണ നിങ്ങളും ഞാനും അടക്കമുള്ള മനുഷ്യർ ചേർന്നുകൊണ്ട് പൂർത്തീകരിച്ചത് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അഡ്വക്കേറ്റ് U പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ, ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KP ബിജുമോൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS സുൽഫിക്കർ, മായാദേവി, SK വിശ്വനാഥ, ഷാമില അനിമോൻ, അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, കൗൺസിലർ രാജശ്രീ കമ്മത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറ തേവലക്കരയിൽ വീടിന്റെ ചിമ്മിനി തകർന്നു വീണു. കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2 വീടുകൾ തകർന്നു. കേരള സർവകലാശാല കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കം. 11 വേദികളിലായി
അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവം കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാൻ കൂടുതൽ സമയം വേണമെന്ന് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ. 41 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തടിഞ്ഞത്. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഏറെ ആശങ്കപ്പെടേണ്ട സ്ഥിതിയിലെന്ന് മന്ത്രി കെ എൻ ബാലകുമാർ. കാർബൈഡും ഫാർമസോയിലുമുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയിട്ടില്ലെന്നാണ് വിവരമെന്നും മന്ത്രി. കണ്ടെയ്നറുകൾ അടിഞ്ഞ പ്രദേശം മന്ത്രി സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.